ഹായ് സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. പോഹയാണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി 2 കപ്പ് വെള്ള അവലെടുത്തിട്ട് കഴുകി ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം വെച്ച് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്ന ശേഷം അതിനകത്തേക്ക് കുറച്ച് നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കടല ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞളും ഒന്ന് നന്നായിട്ട് ആ സവോളയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളതിനകത്തേക്ക് നേരത്തെ എടുത്തു വെച്ച അവൽ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്കതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറേ ഒന്നും വേണ്ട, കുറച്ച് മതി. എന്നിട്ടൊന്ന് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ഈസിയാണ്. നമ്മുടെ പോഹ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക, ചെറുതായി അരിഞ്ഞത്. ഇനി ലാസ്റ്റായിട്ട് അതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പോഹ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.